Hello, this is part 6 of Making Lived Experiences Matter. ഇന്ന് ഇത്തിരി ഡിലേ ഉണ്ടായി. സാധാരണ സാറ്റർഡേസ് രാവിലെയാണ് പോസ്റ്റ് ചെയ്യണേ, പക്ഷേ ദർ വാസ് എ ഡിലേ ബിക്കോസ് ഐ റാൻ ത്രൂ എ ഡിഫിക്കൽട്ടി. റെക്കോർഡ് ചെയ്തതൊക്കെ സേവ് ആയില്ല, സോ ഐ ഹാഡ് ടു റീഡു ഇറ്റ്. സോ ഇന്ന് വേണ്ടാന്ന് വരെ ഐ വാസ് ട്രൈങ് ടു ഡീവിയേറ്റ് ആൻഡ് നോട്ട് ഡു ഇറ്റ് അറ്റ് ഓൾ അൺടിൽ സരസ്വതി ഹു ഐ എം ടോക്കിംഗ് അബൌട്ട് ടെക്സ്റ്റ് ചെയ്ത് വെച്ച് എവിടെ പോയി വീഡിയോ. അപ്പോൾ ഭയങ്കര മോട്ടിവേഷനായിപ്പോയി. ആരൊക്കെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സോ ഹിയർ ഐ ആം റെക്കോർഡിങ് ബട്ട് ടുഡേ. സോ ദെൻ ഐ വിൽ ചേഞ്ച് ദ ടോപ്പിക് ബിക്കോസ് ആദ്യം പറഞ്ഞത് ഒന്നും കൂടെ പറയാൻ തോന്നുന്നില്ല. അപ്പം ലാസ്റ്റ് ടൈം വി സ്പോക്ക് അബൌട്ട് സെൻസറി സിസ്റ്റംസ് ഇല്ലേ. വി സ്പോക്ക് അബൌട്ട് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ വിച്ച് ഇസ് ദ സെൻസറി ബ്രെയിൻ. എന്നിട്ട് നമ്മൾ ഈ സെഷനിൽ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ബ്രെയിനും പിന്നീട് തേർഡിൽ നിന്നും ഇത് മൂന്നിടത്തു നിന്നും എങ്ങനെ ആങ്സൈറ്റീസ് വരാം എന്നുള്ളതായിരുന്നു വി വർ ഡിസ്കസിങ്. ബട്ട് ടുഡേ വി വിൽ ഡിസ്കസ് എ ലിറ്റിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ സോ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ഈ ടെർമിനോളജീസ്. ഇപ്പം ഞാൻ നേരത്തെ ഡിലേ എന്ന് പറഞ്ഞു, ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു, ഡിഫറൻസ്, ഡയഗ്നോസിസ്, ഡിസോർഡർ, ഓൾ ദീസ് ഈ ഡി വെച്ചിട്ടുള്ള പല പല വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. ഇതൊക്കെ എന്താണ്? ഈ സെൻസറി സിസ്റ്റത്തിൽ നിന്ന് ആണല്ലോ നമുക്ക് എല്ലാം തുടങ്ങുന്നത്. എവറിത്തിങ് സ്റ്റാർട്ട്സ് ദെയർ. സോ ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ് ദീസ് ഡീസ് ഡിഫറെൻ്റ്ലി? ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? ഹൗ ക്യാൻ വി മേക്ക് സെൻസ് ഓഫ് ഇറ്റ്? അപ്പോൾ ഞാനിത് പറയുമ്പം ദിസ് ഈസ് ജസ്റ്റ് ഫോർ യു ടു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നമുക്കിതിലെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക്, അത് കുട്ടികളാവാം, മുതിർന്നവരാവാം, ആരുമാവാം. ബട്ട് ദ ഫസ്റ്റ് തിങ് ഇസ് വി നീഡ് ടു നോ ഇഫ് ദിസ് ഇസ് ഹാപ്പനിങ്. ആ നോളജാണ് ഫസ്റ്റ്. സോ വി സ്പോക്ക് അബൌട്ട് സെൻസറി സിസ്റ്റംസ്. ഏതൊക്കെയായിരുന്നു? ഒരു ക്വിക്ക് റീക്യാപ്പ്. വൺ ഇസ് ടാക്ടൈൽ, ടച്ച്, തൊടുന്നത് കൂടെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ പോവും. 2 ഇസ് ഫൗണ്ടേഷനിലുള്ളത് വെസ്റ്റിബുലാർ വിച്ച് ഇസ് മൂവ്മെൻറ്റ് ഓഫ് ദ ഹെഡ്. നമ്മളുടെ വിത്ത് ബാലൻസ് എന്നുള്ളത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. 3 ഇസ് ദ സെൻസറി സിസ്റ്റം പ്രോപ്രിയോസെപ്ഷൻ വിച്ച് ഇസ് എല്ലാ ജോയിൻറ്റിലും പ്രഷറും നമുക്ക് ഡെയിലി ആവശ്യമാണ്. സ്ട്രെച്ചിങ്, പുഷിങ്, വെയിറ്റ്, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. Then we spoke about the next layer of sensory systems which our brain needs. ഇതെല്ലാം ബ്രെയിനിൻ്റെ ഭക്ഷണമാണ്, ബ്രെയിനിന് വേണ്ടുന്ന ആഹാരമാണ്, എനർജിയാണ്. We said which is മണം, സ്മെല്ല് വേണം. ഗസ്റ്റേറ്ററി വിച്ച് ഇസ് ഫുഡ് വേണം, പല പല സ്വാദുകളും ടേസ്റ്റുകളും കടിച്ച് മുറിച്ച് പൊട്ടിക്കണതും ചൂയി ഗുയി ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആവണം. ചിലപ്പോൾ അതിൽ അനദർ ഡി ഇസ് ഡിസ്കംഫേർട്ടും ചിലർക്ക് അനുഭവപ്പെടാം. നെക്സ്റ്റ് വൺ ഇസ് ഓഡിറ്ററി. നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടോ, അതോ കേൾക്കാൻ പറ്റുന്നുണ്ടോ, അതോ കേട്ടത് നമുക്ക് പിടികിട്ടുന്നില്ലയോ, അതോ കേട്ടതിൻ്റെ ശബ്ദം നമുക്ക് കുറച്ചാണോ വരുന്നത്. സോ ലോട്ട് ഓഫ് തിങ്സ് ക്യാൻ ഹാപ്പൻ വിത്ത് ഈ ഓഡിറ്ററി. വിഷ്വൽ, നമുക്ക് കാഴ്ച ശക്തി ഉണ്ടോ, എത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അതോ നമുക്ക് ഇതേമാതിരി അക്കോമഡേഷൻസ് കണ്ണാടി വേണോ. സോ ലോട്ട് ഓഫ് തിങ്സ്. അതോ നമുക്ക് ഫുള്ളായിട്ട് കാണുന്നില്ല, ദൂരെയുള്ള കാണാം. സോ പല 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 ഡിഫറൻസസ് വിതിൻ ഈച്ച് സെൻസറി സിസ്റ്റംസ് നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പം ജന്മനാ തന്നെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വിത്ത് ഇൻറ്ററാക്ഷൻ നമ്മളുടെ എൻവയൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പം. എൻവയൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും എല്ലാമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പം ഈ എല്ലാ ഡിയും നമ്മളിങ്ങനെ ചുറ്റിക്കളിക്കുക. ചിലത് നമുക്ക് ഡിലേ ആയിരിക്കാം, ചിലത് ഡിസ്കംഫർട്ടിങ് ആയിരിക്കാം, ചിലയിടത്ത് നമുക്ക് ഡിഫറൻസസ് ഉണ്ടാവുമായിരിക്കാം. സോ ഈച്ച് ഓഫ് അവർ ബ്രെയിൻസ് ആർ സോ ഡൈവേഴ്സ് ദാറ്റ് എവ്രിതിങ് ഇസ്, നമ്മളുടെ ഓരോരുത്തരുടെയും ബ്രെയിന് ഈ കുട്ടിക്കാലം തൊട്ടേ വളരെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് ഓരോന്നും അനുഭവപ്പെടുന്നത്. ഇപ്പം നമ്മൾ ഒരേ വീട്ടിൽ ഒരേ പേരൻസ് ഒരേ രീതിയിൽ വളർത്തിയാൽ, ഒരേ രീതിയിൽ വളർത്താൻ പറ്റില്ല, പക്ഷെ എന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും രണ്ട് ബ്രെയിൻ ഒരേപോലെ ഈ സെൻസറി ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ദ ഫസ്റ്റ് ഡി വിച്ച് ഇസ് ഡൈവേഴ്സിറ്റി. ഓർ നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ള വാക്കാണ് ന്യൂറോ ഡൈവേഴ്സിറ്റി. ന്യൂറോ എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ കണക്ഷൻസും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 3 ഭാഗങ്ങൾ ഓഫ് ദ ബ്രെയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡൈവേഴ്സാണ്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് പേരിലും ഒരു രീതിയിലും സാമ്യം ഉണ്ടാവില്ല. ഹൗ ദിസ് ഇസ് കമ്മ്യൂണിക്കേറ്റിംഗ്.
അപ്പോൾ പിന്നെ എല്ലാവരും ഇത്രയും വ്യത്യസ്തരാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണോ ഒരേ ഏജുള്ള എല്ലാ കുട്ടികളും പിടിച്ച് ഒരു ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇരുത്തുന്നത്. സോ ഹൗ ഡു വി പ്ലാൻ എ പ്രോഗ്രാം എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. സോ ദെൻ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡു വി ദെൻ ഗോ ടു ഡിഫറൻസസ്. ഈ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ എങ്ങനെ ഓരോരുത്തരുമായിട്ട് നമുക്ക് വ്യത്യാസമായിട്ട് എങ്ങനെ ഇടപെടാം. നമ്മുടെ വ്യത്യാസങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഒരു നോളജ് ഷെയറിങ്ങിൽ എത്തിയാലല്ലേ, നമ്മുടെ സ്കിൽസും അവരുടെ സ്കിൽസും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയാലല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫാമിലി കുട്ടികളെ സപ്പോർട്ട് ചെയ്യണതാവാം, കുട്ടികൾക്ക് പേരൻസിനെ മനസ്സിലാവണതാവാം, എനി റിലേഷൻഷിപ്പ്, അത് വർക്ക് പ്ലേസിലാവാം, ദാമ്പത്യത്തിലാവാം. ദ ഫസ്റ്റ് തിങ് ഈസ് നമ്മുടെ ബ്രെയിൻസ് എല്ലാവരുടെയും വ്യത്യാസമാണ് എന്നുള്ള നോളജ് ആണ് നമുക്ക് വേണ്ടത്. ബിക്കോസ് നമ്മളുടെ ബ്രെയിൻസ് എല്ലാം വ്യത്യാസമായത് കാരണം, 3 തലത്തിലും വ്യത്യാസമായത് കാരണം. സെക്കൻഡ് തിങ് ഈസ് നമ്മുടെ സ്കിൽ സെറ്റ്സും വ്യത്യാസമായിരിക്കും ഓരോരുത്തർക്കും. എല്ലാ ബന്ധത്തിലും നമുക്കറിയണം നമ്മുടെ പോലെയല്ല വേറൊരാളുടെ. എവറി ഇൻറ്ററാക്ഷൻ വിത്ത് ദിസ് വി നീഡ് ടു റിമെമ്പർ ദിസ്. തേർഡ് ഇസ് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് വേണ്ടുന്ന ആൾക്കാരാണ്. എല്ലാം തികഞ്ഞ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞത് ഇസ് നോട്ട് സംതിങ് ദറ്റ് വി ആർ എയിമിങ് ടു ബി. നമ്മളുടെ ഗോൾ ഇസ് ഇൻ്റർഡിപ്പെൻഡൻസ്. നമുക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പം ഒറ്റയ്ക്കല്ല നമ്മൾ ജീവിക്കണം. നമ്മളൊരു വാക്യൂമിലേ അല്ല ജീവിക്കണം. നമുക്ക് ഏത് നേരവും നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമ്മളിങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ പല 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 ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വേറെ വേറെ ആൾക്കാരല്ലെങ്കിൽ ഒബ്ജക്ട്സോ വാട്ട് എവർ. സോ ദാറ്റ് ഇൻറ്ററാക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് ഇൻ്റർഡിപ്പെൻഡൻസ്. ഓക്കെ, സോ ഇഫ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് differences among ourselves in the sensory level itself, പിന്നെ അങ്ങോട്ട് ഒന്നും മനസ്സിലാവാതെ ആകെ ഒരു നമ്മൾ തമ്മിൽ ഒരു എന്ത് പറ്റും, നമ്മളും വേറൊരാളും തമ്മിൽ, അത് നമ്മളുടെ മക്കളാവാം, നമുക്ക് നമ്മളുടെ തന്നെ ബ്രെയിനും ബോഡിയും തമ്മിലാവാം, എന്ത് പറ്റും, അടുത്ത ഡീസ് disconnection. Your mind and your body can get disconnected because we do not have the knowledge about how നമ്മളുടെ body is processing the sensory information. So first നമ്മുടെ ബോഡിയും നമ്മളുടെ മൈൻഡും തമ്മിൽ ഡിസ്കണക്ഷൻ വരാതിരിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്കും വേറൊരാളുടെ തമ്മിലും ഡിസ്കണക്ഷൻ പതുക്കെ വരാം. അത് നമ്മളുടെ മക്കളും അടുത്താവാം, spouse, workplace, anywhere. So we are trying to live in a world which is very very connected because നമ്മൾ കണക്ഷനാണ് നമ്മൾക്ക് ബേസിക് നീഡ് നമ്മളുടെ എല്ലാവരുടെയും. വി ആർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ അനിമൽസ് അല്ലേ, നമ്മൾ അനിമൽസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ ഈ കണക്ഷൻ ആദ്യം നമുക്ക് കൂടുതൽ വ്യക്തതയോടെ അറിവ് വേണ്ടത് എന്താ, ഈ ലോവർ ലെവൽ വിച്ച് ഇസ് ദ സെൻസറി ലെവലിൽ നമ്മളുടെ ഈ ദിസ് കണക്ഷൻ വരുന്നുണ്ടോ. So coming back to this, I spoke about the 8 sensory systems. So tactile, vestibular, proprioceptive, pressure, which is olfactory, manam, gustatory, taste, auditory, kelvi, visual, which is sight, and interoception. Interoception എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സെൻസേഷൻസ്, വിച്ച് ഇസ് ദാഹം, വിശപ്പ്, ടോയ്ലറ്റിൽ പോകുന്നത് നമ്മൾ അറിയണം, ശ്വാസം വലിക്കുന്നത് അറിയണം, നമുക്ക് വേദനകളൊക്കെ ഉള്ളിൽ നിന്ന് വന്നാൽ നമുക്ക് അതിനുള്ള അറിവും ഉണർവും വേണം. സോ ഇതെല്ലാം ഈ 8 എണ്ണത്തിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വ്യക്തമായ ധാരണ ആദ്യം നമ്മൾക്ക് നമ്മളുടെ ബോഡിയെ പറ്റി വേണം. എന്നിട്ട് വേറൊരാളുടെ ബോഡിയെക്കുറിച്ച് ഇത് വ്യത്യാസമാണെന്നുള്ളത് വി ആർ ഓൾ ഡിഫറെൻറ്റ്. സോ അവർക്കത് എങ്ങനെയാണെന്നുള്ള അറിവും നമുക്ക് വേണം. സോ വാട്ട് ക്യാൻ ബി ദീസ് ഡിഫറൻസസ്? എങ്ങനെയായിരിക്കും ഈ സെൻസറി സിസ്റ്റം സെൻസേഷൻസ് നമ്മൾക്ക് ബോഡിയിലേക്ക് പോകുന്നത്? എങ്ങനെയായിരിക്കാം ഈ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുമ്പം, എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കുമ്പം നമുക്ക് എല്ലാവർക്കും, ഇത് കാണുന്നവർക്കും, ഈ എല്ലാ 8ഉം ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ബോഡിയിലേക്ക് ആ മെസ്സേജ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. നമ്മൾ കണ്ണ് തുറക്കുന്ന തൊട്ട് ടാക്ടൈൽ എങ്ങനെയാണ് പോകുന്നത്? ഞാനിപ്പോൾ ഒന്നും തൊടുന്നില്ലെങ്കിലും എൻ്റെ ഡ്രസ്സ് എന്നെ തൊടുന്നുണ്ട്, ഞാനിരിക്കുന്ന
കസേര എന്നെ തൊടുന്നുണ്ട്, എൻ്റെ കമ്മൽ ഇവിടെ തട്ടുന്നുണ്ട്, എൻ്റെ മുടി ഇവിടെ തട്ടുന്നുണ്ട്, എനിക്ക് ഇവിടെ കുറച്ചും കൂടെ കണ്ണാടി വെച്ചിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. സോ മൈ റിംഗ് ഇസ് ടച്ചിങ് മീ. സോ ദ ടാക്ടൈൽ സ്റ്റിമുലേഷൻ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. വെസ്റ്റിബുലർ, ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ അനക്കി ആട്ടി ഇരിക്കുന്നത് ഒരു മൂവ്മെൻറ്റാണ്. അനങ്ങാതിരുന്നാലും അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പം എനിക്ക് ഇത്തിരി പ്രഷർ ഓൾറെഡി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന സീറ്റ് അത്രയും കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ പതുക്കെ ഇങ്ങനെ ഇരുന്ന് ആടാൻ തുടങ്ങും, ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ഫീൽ ഗുഡ് ഫോർ മീ. സോ ദ തിങ് ഈസ് ഈ ഓൾ ഫാക്ടറി വിച്ച് ഇസ് വാട്ട്, മണങ്ങൾ ഇവിടെ ഭയങ്കര മണമൊന്നും ഇല്ലെങ്കിലും ഇഫ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഞാനിപ്പോൾ അടിച്ചിരിക്കുന്ന ഡിയോഡറൻറ്റ് അല്ലെങ്കിൽ അപ്പുറത്ത് എൻ്റെ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ മണം. സോ കോൺസ്റ്റൻ്റ്ലി all this is being processed in my brain and in your brain now, visualum auditoryയും. സോ നിങ്ങളിവിടെ ഇരിക്കുമ്പം എൻ്റെ ശബ്ദവും എൻ്റെ കാഴ്ചയും മാത്രമല്ല കാണുന്നത്. ഈവൺ ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു യുവർ സ്ക്രീൻ, ബാക്കിയൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ സപ്പോസ് നമ്മളിലോ നമ്മുടെ കുഞ്ഞുങ്ങളിലോ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് കയറി ഇതെല്ലാം ഈ 8 എണ്ണവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം കൂടെ ശ്രദ്ധിക്കൂ എന്നാണ് നമ്മുടെ ബ്രെയിനിന് അവിടെ ഫിൽട്ടർ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ചിലവർക്ക്. അപ്പോൾ എന്ത് പറ്റും? ഞാൻ തൊടുന്ന എൻ്റെ ശരീരത്തിൽ തൊടുന്നതെല്ലാം അങ്ങ് ഞാൻ കോൺഷ്യസ് ആവും, ഞാൻ അവെയർ ആവും. മണങ്ങളും ചെറിയ മണങ്ങളും ദൂരെയുള്ള അപ്പുറത്തെ വീട്ടിലതും എനിക്ക് ചിലപ്പം വരാം. സോ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൾട്ട് ഫോർ മീ. അല്ലെങ്കിൽ പല ശബ്ദങ്ങളും ഒറ്റയടിക്ക് എൻ്റെ ചെവിയിലേക്ക് പോവാം, കാണുന്ന കാഴ്ചകൾ. അപ്പോൾ ഞാൻ ഇവിടെയാണോ ശ്രദ്ധിക്കുന്നത് അവിടെയാണോ ശ്രദ്ധിക്കുന്നത്? ബിക്കോസ് ഇതെല്ലാം കാഴ്ചകൾ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ നോക്കിയാണെങ്കിലും എനിക്ക് ഇവിടെയൊക്കെ ഉള്ളത് കാണാമല്ലോ. സോ ഇതെല്ലാം കൂടെ എവിടേക്കാണ് നോക്കേണ്ടത്? സോ ഐ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ലുക്ക്. സോ വെൻ ടാക്ടൈൽ ഇസ് എ ഡിഫിക്കൽട്ടി, അതൊരു ഡിഫിക്കൽട്ടി, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ബിക്കോസ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നതിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഡൈവേഴ്സിറ്റി ആയിട്ടാവാം, ഒരു ഡിഫിക്കൽട്ടി ആയിട്ടാവാം, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ ഞാനിവിടെ കിടന്ന് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും, ഐ വിൽ ഗെറ്റ് വെരി ഡിസ്കംഫർട്ട്, എനിക്ക് ഫീൽ ചെയ്യും. പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് ഫസ്റ്റ് അതെനിക്ക് മനസ്സിലാവണം, ദറ്റ് ഐ നീഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ബാക്കിയുള്ളവർക്കും അത് മനസ്സിലാവണം. സോ ഇഫ് യു ഹവ് സീൻ ഇൻ ചെറിയ കുട്ടികളുടെ ക്ലാസ് റൂംസിലോ, ചെറിയ കുട്ടികൾ വേണ്ട, ഈവൻ അതേഴ്സ്, സം ഓഫ് അസ് really we are comfortable in certain types of clothes. അപ്പം we need to see നമ്മൾക്ക് സീക്ക് ചെയ്യുന്ന എന്ത് ടാക്ടൈൽ സ്റ്റിമുലേഷൻസ് ആണ്. ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും അടുത്തേക്ക് വന്നിങ്ങനെ പിടിക്കുന്നത് ചിലവർക്ക് ഒട്ടും ഇഷ്ടമില്ലാണ്ടാവാം, ചിലർക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാവാം. സോ ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ്. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സിങ് ഓൾ അറ്റ് വൺസ് നമ്മളുടെ ബ്രെയിനിലേക്ക് കയറിപ്പോയാൽ ഇറ്റ് ബിക്കംസ് ആൻ ഓവർലോഡ്, ടു മച്ച് ആയിപ്പോവും. ഇതെല്ലാം കൂടെ ഇപ്പം ഞാൻ കേൾക്കുന്നതാണോ ശ്രദ്ധിക്കേണ്ടത്, കാണുന്നതാണോ ശ്രദ്ധിക്കേണ്ടത്, തൊടുന്നതാണോ? ആൻഡ് സംടൈംസ് സം ചിൽഡ്രൻ ഡു നോട്ട് നോ വേർ ആം ഐ സപ്പോസ് ടു ഫോക്കസ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ചിലപ്പോൾ നമ്മൾ കുഞ്ഞുനാളിൽ ഓർക്കും, പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കൂല, അല്ലെങ്കിൽ അവരുടേതായിട്ടൊരു ലോകത്തിരിക്കുന്ന പോലെ തോന്നും. ബിക്കോസ് ദേ സീം വെരി ഹാപ്പി. പക്ഷേ സംതിങ് ഈസ് എ മിസ്, എന്തോ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. അല്ലെങ്കിൽ ഓടിച്ചാടി നടന്ന് തുള്ളി അത് പിടിക്കണു ഇത് പിടിക്കണു. സോ സംടൈംസ് നമ്മളുടെ ബ്രെയിനിലേക്ക് എല്ലാം കൂടെ ടൂ മച്ചായിട്ട് പോകും. ചിലപ്പം ഒന്നും പോകുന്നില്ല, ചിലത് ഒരെണ്ണം മാത്രം ഭയങ്കരമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ 2 എണ്ണം കൂടെ മിക്സ് ചെയ്ത് പോകുന്നു. 2 എണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ദീസ് സെൻസറി സിസ്റ്റംസ്. സോ ഓൾ ദിസ് വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. വേറൊരാളുടെ ബ്രെയിനിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്കിത് നമ്മളുടെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഇപ്പോഴാണെങ്കിലും അതെ, ഞാൻ ചിലപ്പം മോനെ വിളിക്കുമ്പോൾ, പേര് വിളിക്കുമ്പോൾ അവർ കേൾക്കുന്നേ ഉണ്ടാവില്ലായിരിക്കും. അപ്പം എനിക്ക് ചിലപ്പം ദേഷ്യം വരും, എന്ത് എത്ര തവണ വിളിച്ചിട്ട് കേൾക്കില്ലേ? അവിടെ പ്രോസസ്സിങ് നടന്നിട്ടേ ഇല്ല, വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ കേൾവി ശക്തിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, കാഴ്ച ശക്തിക്ക് കുഴപ്പമുണ്ടാവണം എന്നില്ല. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ ഈ പ്രോസസ്സിങ് ഡിഫറൻസസ് കാരണം ചിലപ്പം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ പോവാം. നമുക്ക് നമ്മുടെ കുട്ടികളെയും മനസ്സിലാക്കാതെ പോവാം, അവർക്കും നമ്മളെ മനസ്സിലാക്കാതെ പോവാം. ബിക്കോസ് വി ആർ ഓൾ പ്രോസസ്സിങ് ദ ഇൻഫർമേഷൻ വെരി വെരി ഡിഫറെൻ്റ്ലി. അപ്പോൾ ഈ ഒരു ഡിസ്കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക്
എന്ത് പറ്റും? ഞാൻ പറയും, എനിക്ക് എൻ്റെ അനുഭവം ഇതല്ലേ, അപ്പം ഞാനാണ് ശരി. കുട്ടി പറയും, നോ ദിസ് ഇസ് ഹൗ മൈ എക്സ്പീരിയൻസ്. സോ അവർ ലിവ്ഡ് എക്സ്പീരിയൻസസ് ആർ വെരി വെരി ഡിഫറെൻറ്റ്. പക്ഷേ നമ്മളിവിടെ ഇരുന്നിട്ട് അത് ദാമ്പത്യത്തിലാവാം, കുട്ടികളിലാവാം, എനിത്തിങ്, we start getting into more and more ഒരു പവർ സ്ട്രഗിൾ, എസ്പെഷ്യലി വിത്ത് പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് വരുമ്പം പേരൻറ്റിനാണ് അവിടെ കൂടുതലൊരു പവർ ഉള്ളത്. സോ ചിൽഡ്രൻ ആർ എക്സ്പെക്റ്റഡ് ടു ഒബേ ആൻഡ് ലിസൺ എന്ന് വരുമ്പം നമുക്ക് മനസ്സിലായില്ല അവരെന്തുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് ദ നെക്സ്റ്റ് ഡി വിച്ച് ഇസ് ഡിസഗ്രീ ചെയ്യണത്, അല്ലെങ്കിൽ ഒരു ഡിസ്കണക്ഷൻ പെർസീവ് ചെയ്യണേ, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിലേ കാണുന്നത്. ഇത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലതോ, ഇത് എന്താ, ഇത് എന്തെങ്കിലും പ്രശ്നമാണോ, ഡയഗ്നോസിസ് ആണോ, ഡിസോർഡർ ആണോ എന്നെല്ലാം കൺഫ്യൂഷൻ വരുന്നതിന് മുമ്പ് സ്ലോ ഡൗൺ ആൻഡ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, is there a sensory processing difference or delay എന്ന് പറയുമ്പം ഇത്തിരി സ്ലോ ആയിട്ടായിരിക്കാം ചിലപ്പോൾ അവിടെ ചെയ്യുന്നത്. ബിക്കോസ് കേട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും കറക്റ്റ് ഉത്തരം പറയുമായിരിക്കും, പക്ഷെ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ അതിൻ്റെ ഉത്തരം പറയാൻ. ആ കുറച്ച് സമയമെടുത്ത് നമ്മളുടെ ക്വസ്റ്റ്യൻ അത് മനസ്സിലാക്കി തിരിച്ച് ഉത്തരം പറയുന്നതിന് മുൻപ് അവിടെ ഇരിക്കുന്ന ആൾ പിന്നെയും ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു, തിങ്കിങ് ദാറ്റ് ഞാൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ തിങ്കിങ് ദാറ്റ് എനിക്ക് ഉത്തരം അറിയില്ല. അപ്പോൾ അവർ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും? പിന്നെ എനിക്ക് ആ ശബ്ദവും കൂടെ ഞാൻ പ്രോസസ്സ് ചെയ്ത് പിന്നെ അത്രയും കൂടെ സമയം ഞാൻ എടുക്കും, പിന്നെയും നമ്മൾ ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ട് ഇരുന്ന് പോകുന്നു. അങ്ങനെ ചില കുട്ടികളുണ്ടാകും. അപ്പോൾ എന്ത് പറ്റും? അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പതുക്കെ ദേഷ്യം വരുന്ന തുടങ്ങും, ഞാൻ പറയുന്ന ആൻസർ ചെയ്യുന്നില്ലേ. സോ ഓൾ ദീസ്, ഇതൊക്കെ ഈ വലിയ 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 കോൺഫ്ലിക്ട്സിലേക്കും ഡിസഗ്രിമെൻറ്റ്സിലേക്കും ഒക്കെ പലവട്ടവും ലീഡ് ചെയ്യുന്നത് ബിറ്റ്വീൻ പേരൻറ്റ് ചൈൽഡ് ഓർ എനി അതർ റിലേഷൻഷിപ്പ് ഇസ് just could be a processing difference in two people, or a disconnection that happened in two people. അല്ലാതെ അഹങ്കാരമോ ധിക്കാരമോ ഒന്നും ആയിരിക്കില്ല. സോ this is so important to understand when we interact with anybody in any relationship. ഇത് കുട്ടികൾക്ക് മാത്രം ബാധകമല്ല, ഒരുപാട് അഡൾട്ട്സ് ഉണ്ട് who can keep asking എന്താണ് എന്താ എന്ന് ചിലപ്പോൾ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളായിരിക്കും വാട്ട് ഇസ് ദിസ്, ശ്രദ്ധയില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് ഇത്രയും വലുതായി കഴിയുമ്പോൾ അവിടെ കുറേ ഈ പാറ്റേൺസ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉറച്ചു കഴിഞ്ഞു. നമുക്ക് തന്നെ അറിയില്ല ഇത് എങ്ങനെ പറഞ്ഞ് ധരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യണം. ലൈക്ക് ഐ സെഡ്, ഫസ്റ്റ് ഇസ് വി നീഡ് ടു ഹാവ് ദ നോളജ്. എന്നിട്ടേ നമുക്കിവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ എവിടെയാണ് നമുക്ക് ആ സ്കില്ല്, എവിടെയാണ് ഈ തടസ്സം നേരിടുകയെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്നിട്ടേ നമുക്ക് ഈ സപ്പോർട്ട് സിസ്റ്റംസ് ഓക്കെ ഞാനപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കാം, എൻ്റെ മുഖത്ത് ദേഷ്യഭാവമൊന്നും വരണ്ട, ഐ വിൽ ബി പേഷ്യൻ്റ് ആൻഡ് ലിസൺ. അപ്പോൾ അവരത് പ്രോസസ്സ് ചെയ്തിട്ട് ശരി ഉത്തരം പറയും. അല്ല ചിലപ്പോൾ അവർക്ക് പറയുന്നതായിരിക്കില്ല, അവർക്ക് ചിലപ്പോൾ എഴുതി ധരിപ്പിക്കലായിരിക്കും എളുപ്പം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നമ്മളെ കാണിച്ചു തരുമായിരിക്കും എളുപ്പം, which is more about tactile and proprioception and doing things കൂടി ആയിരിക്കാം ചിലപ്പോൾ അവർ ബ്രെയിനിൽ കൂടുതൽ പ്രോസസ്സ് ചെയ്യണം. സോ ഇതൊന്നും ഒരു ബുദ്ധിയുടെ കുറവോ കൂടുതലോൻ്റെ ലക്ഷണമേ അല്ല. ബിക്കോസ് ബുദ്ധി, ദാറ്റ് ഇസ് സോ കോൾഡ് ഇൻ്റലിജൻസ് ദാറ്റ് വി ടോക്ക് ആസ് തിങ്കിങ്, അവിടെ വരെ ഒന്നും എത്തുന്നില്ല. സോ വി ആർ ഓൺലി ടോക്കിംഗ് അബൌട്ട് പ്രോസസ്സിങ്. സോ നമ്മൾ ഒരുപാട് തവണ ഒരുപാട് കുഞ്ഞുങ്ങളെയും അഡൾട്ട്സിനെയും ഇൻ്റലിജൻസ് ഇല്ലെന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയാനുള്ള അവസരം, ഇയാൾക്കൊന്നും മനസ്സിലാവില്ല, ഇത് ബുദ്ധിയില്ല, മണ്ടൻ പൊട്ടൻ എന്നൊക്കെ വളരെ സ്ട്രോങ് ഹാർഷ് വേർഡ്സ് വീട്ടിൽ നമ്മൾ എഴുതി തള്ളുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വേർ വി assume incompetence. പക്ഷേ if we slow down and understand that we are all processing information differently. പ്രോസസ്സിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആവുന്നതിന് മുമ്പ് അത് നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് വരണം. ഓക്കെ, നമ്മളെ മറ്റു ആളുമായിട്ടൊരു കണക്ഷൻ വരണം. അതിനു മുമ്പ് നമ്മൾ ഈ കേട്ടത് നമുക്ക് പിടികിട്ടിയോ, അത് നമ്മൾ പ്രോസസ്സ് ചെയ്തോ, നമുക്ക് മനസ്സിലായോ. സോ ഇഫ് യു ക്യാൻ ദിസ് ഇസ് എ മോർ ഡീറ്റെയിൽഡ് ടോപ്പിക്, പക്ഷെ ഞാൻ വേഗം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ ടാക്ടൈൽ മാത്രമല്ല പലതും ഇല്ലേ, ഈ 8 എണ്ണത്തിലേയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഇത് പല കാരണങ്ങൾ കൊണ്ട് അത് കൂടുന്നതെന്ന് വെച്ചാൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയാം, ലൈക്ക് ഇൻറ്ററോസെപ്ഷൻ. നമുക്ക് ടോയ്ലറ്റ് എന്ന് വരുമ്പോൾ ഇപ്പം നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുമ്പം എന്ത് പറ്റും, ഈ നനയുമ്പോൾ ഉള്ള ഐ എം വെറ്റ് and I am discomforted because I am wet and I communicate my discomfort to a cry. അവിടെ ഒരു എക്സ്പ്രഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത്
തടസ്സപ്പെട്ടു പോകും. വൈ? ബിക്കോസ് നമുക്ക് ആ ഡിസ്കംഫർട്ട് നമ്മളങ്ങ് മാറ്റിക്കൊടുത്തു. സോ ദ ചൈൽഡ് മൈറ്റ് നോട്ട് ഈവൻ സെൻസ്. സോ ഇതിങ്ങനെ കുറേ വർഷങ്ങൾ അങ്ങനെ ആയിപ്പോയാൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ ആ സെൻസേഷനിൽ ഉണർവ് കിട്ടുന്നത് കുറഞ്ഞു വരും. പക്ഷെ നമ്മളിത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? എന്തിനാ വിഷമിപ്പിക്കണേ, എന്തിനാ ഡിസ്കംഫർട്ട് ചെയ്യിപ്പിക്കണേ? ബട്ട് ദ ഹോൾ ഐഡിയ അബൌട്ട് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് ഇസ് ദാറ്റ് ഡിസ്കംഫർട്ട്സ് ഉണ്ടാവും. ആൻഡ് ഡിസ്കംഫർട്ട്സ് ആർ ഓക്കെ, ഡിസഗ്രിമെൻറ്റ്സ് ആർ ഓക്കെ. പക്ഷേ ആ ഒരു ഐ ഡോണ്ട് നോ വൈ ഐ ആം ഫീലിംഗ് ഡിസ്കംഫർട്ടഡ്, ഇഫ് വി ആ ഐ ഡോണ്ട് നോയിൽ നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ ഇത് കാരണമായിരിക്കാം, അവിടെ നമ്മൾക്കൊരു സ്കിൽ ഐ കാൺ ടേക്ക് ഇറ്റ് എനിമോർ എന്ന് പറയുമ്പം സപ്പോർട്ട് സിസ്റ്റത്തിന് അത് മനസ്സിലാവുകയാണെങ്കിൽ നമുക്കതൊരു വലിയൊരു ഡിസഗ്രിമെൻറ്റോ ഡയഗ്നോസിസും ഡിസോർഡറിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അഥവാ ഒരു ഡയഗ്നോസിസും ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് എവിടെയാണ്? ഈ ഡയഗ്നോസിസും ഡിസോർഡറിലും വ്യക്തമായ ധാരണ നമുക്ക് കിട്ടണം എവിടെ നിന്നാണ് തുടങ്ങുന്നെന്നുള്ളത്. അല്ലാതെ ഒരു ലേബൽ ഇതിങ്ങനെയാണ്, ഇതിൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ട് ഇഫ് യു ആർ സ്റ്റിൽ ഡൂയിങ് ദ സെയിം തിങ്, പിന്നെ അവിടെ സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് അവിടെ ഇല്ലല്ലോ. നമ്മൾ എങ്ങനെയാണ് ഒരാളെ സഹായിക്കുന്നത്? സോ വി നീഡ് ടു സ്റ്റാർട്ട് വിത്ത് സെൻസറി സിസ്റ്റംസ് ഫോർ ഓൾ ഓഫ് അസ്. ചെക്ക് വിത്ത് ആർസെൽസ്. ഒരു ദിവസത്തിൽ നമ്മൾക്ക് ഇതിനുള്ള ഡിഫറൻസസ് നമ്മൾ വേറൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ടോ ഇത് പ്രോസസ്സ് ചെയ്യുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആങ്സൈറ്റി ആയിട്ട് എന്തായത് അവരങ്ങനെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ദേഷ്യവും സങ്കടവും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഫിഗർ ഔട്ട് വേർ ഡിഡ് വി ലൂസ് ഈച്ച് അതർ, വേർ വാസ് ദ ഡിസ്കണക്ഷൻ. ഡൈവേഴ്സിറ്റി ഉണ്ട്, നമ്മളെല്ലാവരും ഡിഫറെൻ്റാണ്. പക്ഷേ ഈ ഡിഫറൻസസ് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ചില ആൾക്കാർക്ക് കൂടുതൽ സപ്പോർട്ട് വേണ്ടി വരും, ചില ആൾക്കാർക്ക് അത് തന്നെ അവർക്ക് തന്നെ പിടികിട്ടി അവരതിനെ കോപ്പ് ചെയ്യാൻ പഠിക്കും. സോ ഈ കോപ്പിങ്ങിനെ പറ്റിയിട്ട് വിൽ സ്പീക്ക് അബൌട്ട് നെക്സ്റ്റ്. ബട്ട് ഫസ്റ്റ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ്, ഡു വി റിയലി അണ്ടർസ്റ്റാൻഡ് അവർ സെൻസറി പ്രോസസ്സിങ്? മറ്റൊരാളുടെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്പെഷ്യലി ഇൻ ഓൾ ദീസ് 8. ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ ബിക്കോസ് അവിടെ നിന്നാണ് ആ ഫസ്റ്റ് 0 to 3 years ആണ് നമ്മളുടെ ബ്രെയിൻ മാക്സിമം ഈ സെൻസറി ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് ഡിസ്കംഫേർട്ട്സ് ഉണ്ടാവും. കുഞ്ഞുങ്ങൾ കരയും, നനയുമ്പോൾ എണീക്കും, വീഴുമ്പോൾ മുറിയും. സോ ഈ പെയിൻ ഇതെല്ലാം നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ആവശ്യമാണ്. നമ്മൾ അടിച്ചുണ്ടാക്കണം എന്നില്ല, അല്ലാതെ തന്നെ ജീവിതം നമുക്ക് അത്യാവശ്യം ഡിസ്കംഫേർട്ട്സ് തരും. So our aim is not to protect people from discomforts, but to connect with the discomfort so that ഒരിത്തിരി ഡിലേ ഉണ്ടെങ്കിലോ ഒരു ഡിഫറൻസസ് ഉണ്ടെങ്കിലോ അത് കൂടി അതൊരു ഹാർഡ് വയർ ആവുന്നതിന് മുമ്പ് we can hold them closer in connection and not protect them from the discomfort. So today's main thing is about all the D's. ഇതിൽ ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് പുട്ട് കമൻറ്റ്സ്, ആസ്ക് മോർ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലാണ് എനിക്ക് കുറച്ചും കൂടി ആർക്കൊക്കെ എവിടെയൊക്കെ മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. സോ ഐ ക്യാൻ ട്വീക്ക് ഇറ്റ് accordingly. So thank you again for watching, and like, share and subscribe. Thank you so much.